വീഡിയോ വൈകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിലുള്ള ചില കാര്യങ്ങളിൽ ആ കുളത്തിൽ നടന്ന ചില സംഭവങ്ങളിൽ ഞങ്ങൾക്കൊരു വ്യക്തത വരാത്തത് കൊണ്ടാണ്. എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതിൽ ഞങ്ങൾക്കൊരു വ്യക്തത വരണം എന്നുള്ളതാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുറത്തേക്ക് ആദ്യം അവൻ ഇറങ്ങി, പിന്നാലെ ഞാനും ഇറങ്ങി. പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞൊരു തലമിന്നൽ ഇങ്ങനെ വന്നു. എനിക്ക് പ്രഷർ കുറവിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതാണ് എന്നാ തോന്നുന്നത്. അത് ഞാനെന്ത് ചെയ്തു, പതുക്കെ എനിക്ക് വണ്ടി കുളത്തുനിന്ന് കയറി ഞാൻ ആരോടൊന്നും മിണ്ടിയില്ല. പിന്നെ ഞാനൊരു പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും പറഞ്ഞില്ല. എന്നോടൊന്നും ചോദിച്ചാൽ എന്തൊക്കെയായിരുന്നു വെച്ചാൽ ഞാൻ പറഞ്ഞ തലമിന്നലുണ്ട്. അത് കുളത്തിന് പിന്നെ പറ്റി പേടിയൊന്നുമില്ല. വെച്ചാൽ എൻ്റെ വല്യമ്മ പറഞ്ഞത് എന്നോട് ആ കുളത്തിൽ 3 ആൾക്കാർ മരിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞു കിട്ടി. പിന്നെ ആൾക്കാർ പറയണത് പിന്നെ അതിൽ പിന്നെ കൊന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത്. അത് ഞാനും എൻ്റെ വല്യമ്മയും കൂടി പറഞ്ഞ നാട്ടുകാരും വല്യമ്മയും കൂടി പറഞ്ഞ് വെച്ച് നോക്കുമ്പോൾ രണ്ട് വിധത്തിലൊക്കെ കേൾക്കണം. അല്ലാതെ ഒരേ രൂപത്തിലുള്ള വർത്തമാനങ്ങളല്ല കേൾക്കുന്നത്. അപ്പോൾ അതിനോടുള്ള വിശ്വാസങ്ങളോട് പോവുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമായതുകൊണ്ട് തന്നെ അതിൻ്റെ കാണാപ്പുറങ്ങൾ തേടി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ സത്യമാണോ അതോ നുണയാണോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ഉറപ്പും ഉണ്ടായിരിക്കില്ല. കാരണം കുളത്തിൽ നടന്ന സംഭവങ്ങളെ